ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള ഷെഡ്യൂൾ ഇപ്പോൾ, അതായത് വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷവും ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ എഡിറ്റ് ഓപ്ഷൻസ് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ അറിയിച്ചത്, ഒരുപാട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി, അതായത് വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ലോഗൗട്ട് ചെയ്തിട്ട് അപേക്ഷ പൂർത്തീകരിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിരുന്നു, അതായത് എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും എഡിറ്റ് ഓപ്ഷൻസ് മുഴുവൻ പ്രൊസീജിയറും പൂർത്തിയാക്കി ഫൈനലി അതിൻ്റെ പുതിയൊരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്യാത്ത ഒരുപാട് വിദ്യാർത്ഥികളാണ്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ യൂണിവേഴ്സിറ്റി, അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനും റാങ്ക് ലിസ്റ്റിനും പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി യൂണിവേഴ്സിറ്റി ചാൻസ് നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുകയാണെങ്കിൽ അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുത്ത് സൂക്ഷിക്കേണ്ടതും വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് നിലവിൽ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്ത പ്രകാരം പൂർത്തീകരിക്കാത്തത്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ഒരിക്കൽ കൂടി അവസരം കൊടുത്തിരിക്കുകയാണ്. കാരണം നിലവിൽ അതായത് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജിലെ റാങ്ക് ലിസ്റ്റിലേക്കും ഒരുപാട് സീറ്റുകൾ ഓൾറെഡി വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്കുള്ള ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് കൂടി പരിഗണിക്കാനുള്ള അവസാനത്തെ ഓപ്ഷനാണ് നാളെ, അതായത് 23/7/2024 മുഴുവൻ വിദ്യാർത്ഥികളും, അതായത് ഉച്ചയ്ക്ക് 2 മണിക്കൂറിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ പൂർത്തീകരിക്കേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പ്രകാരം അപേക്ഷ പൂർത്തീകരിക്കാത്ത വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കോ റാങ്ക് ലിസ്റ്റിലോ അതായത് പരിഗണിക്കുന്നില്ലെന്ന് കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് admission.uoc.ac.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾ ജസ്റ്റ് FIUGP ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ, അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അതായത് FIUGP 2024-25 രണ്ടാമത്തെ ലിങ്ക്, അതായത് പെർമിഷൻ ടു കംപ്ലീറ്റിംഗ് ആപ്ലിക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ലിങ്ക് വിദ്യാർത്ഥി ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് വഴി മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റർ യുവർ ക്യാപ് ID, എൻ്റർ യുവർ സെക്യൂരിറ്റിക്ക് ലോഗിൻ ചെയ്ത്. പക്ഷേ ചില വിദ്യാർത്ഥികൾ, അത് ഓൾറെഡി എഡിറ്റ് ഓപ്ഷൻസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നിലവിൽ എഡിറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് ലിങ്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ ലാസ്റ്റ് ചാൻസ് നാളെ വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി മുഴുവൻ ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് പൂർത്തീകരിച്ച്, അതായത് കോളേജ് കോഴ്സ് ഓപ്ഷൻസ് കൂടി കൊടുത്ത് ഫൈനലി നിങ്ങൾ അതിൻ്റെ PDF അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും സൂക്ഷിച്ച് വെക്കുക. അതാണ് ഇപ്പോൾ വളരെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സീറ്റ് വേക്കൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് സീറ്റ് വേക്കൻസിക്ക് നോക്കിയിട്ട് ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നാളെ ലാസ്റ്റ് ഡേറ്റ് ഇത്രയും, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അവസരമാണ് യൂണിവേഴ്സിറ്റി നഷ്ടപ്പെടുമെന്ന് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് വിദ്യാർത്ഥികൾ, എല്ലാ വിദ്യാർത്ഥികളും ജസ്റ്റ് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻസ് പൂർത്തീകരിച്ചില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ പൂർത്തീകരിക്കുക. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റിവൈസ്ഡ് ഷെഡ്യൂൾ കൂടി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിലവിൽ 26/7/2024 പ്രസിദ്ധീകരിക്കുക. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നാൽ ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ, അതായത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സീറ്റുകൾക്കാണ് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ അത് 26/7/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. കൂടാതെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്, അതായത് ഇപ്പോൾ എഡിറ്റ് ഓപ്ഷൻസ് വഴി നിങ്ങൾ കൊടുത്ത സെൽഫ് ഫിനാൻസ് കോളേജിലാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തെങ്കിൽ, ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ ഓപ്ഷൻസ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എല്ലാ സെൽഫ് ഫിനാൻസ് കോളേജുകളുടെയും റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അത് റാങ്ക് ലിസ്റ്റ് 30/7/2024 സെൽഫ് ഫിനാൻസ് കോളേജിലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതേപോലെ തന്നെ സെക്കൻഡ് സപ്ലിമെൻ്ററി, എന്തായാലും ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും ഒരുപാട് വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് 2/8/2024 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. കൂടാതെ അതിനുശേഷം വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എയ്ഡഡ് കോളേജിലും റാങ്ക് ലിസ്റ്റ്, അവസാന ഘട്ടത്തിൽ റാങ്ക് ലിസ്റ്റ് ഓപ്ഷൻ കൂടി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന്, അതായത് എയ്ഡഡ് കോളേജുകളുടെ സീറ്റ് വേക്കൻസിയിലോട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതിൻ്റെ ഡേറ്റ് 7/8/2024 എന്തായാലും അഡ്മിഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും 24/8/2024 പുതിയ ഷെഡ്യൂൾ പ്രകാരം ക്ലോസ് ചെയ്യുക.
അപ്പോൾ നിലവിൽ എല്ലാ വിദ്യാർത്ഥികളും പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് എഡിറ്റ് ഓപ്ഷൻസ് പൂർത്തീകരിക്കാത്തവരുടെ ഉടൻ തന്നെ പൂർത്തീകരിക്കുക. അതേപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സവാദ് എടശ്ശേരി എന്നുള്ള ഇൻസ്റ്റഗ്രാം ചാനൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കൂടി കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾ സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുകയും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് എടശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.